ബാത്റൂം കഴുകുന്ന ലിക്വിഡിൽ ഉപയോഗിക്കുന്ന ആസിഡ് സ്ലറി ഒരു അവലോകനം നടത്താം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതൊരു ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ ഗ്ലാസ്സിൽ ഞാൻ കുറച്ചാഴ്ചകൾക്ക് മുൻപേ കുറച്ച് ബാത്റൂം ക്ലീനിങ് ലിക്വിഡ് എടുത്തു വെച്ചതാണ്. ശക്തി കൂടിയ സോപ്പ് ലായനിയാണെന്നേ അന്ന് കരുതിയുള്ളൂ. എന്നാൽ ആഴ്ചകൾക്കിപ്പുറം ഞാൻ ഈ ഗ്ലാസ്സിൽ നിന്ന് ലിക്വിഡ് ലീക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ ആയതിനാൽ വിണ്ട് കീറിയതാവാം എന്ന് കരുതി ഗ്ലാസ്സോടുകൂടി തന്നെ ഒരു ഐസ്ക്രീം കപ്പിലേക്ക് എടുത്തു വെച്ചു. വീണ്ടും 2-3 ആഴ്ചകൾക്ക് ശേഷം ആ ഗ്ലാസ് മറ്റെന്താവശ്യത്തിനായി കഴുകിയെടുക്കാം എന്ന് കരുതി ചെന്നെടുത്തപ്പോൾ ഉള്ള ദൃശ്യമാണ് ഈ പകർത്തിയിരിക്കുന്നത്. ഗ്ലാസിന്റെ അടിഭാഗം മുഴുവനെ ദ്രവിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ ടോയ്ലറ്റ് ക്ലീനറിനെ കുറിച്ച് വിശദമായി പഠിച്ചു. അതാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടാലും. ബാത്റൂമുകളുടെ സാനിറ്ററി നിലവാരം നിലനിർത്താൻ ക്ലീനിങ് ലിക്വിഡുകൾ പൊതുവെ ഉപയോഗിക്കപ്പെടുന്നു. ഈ ഉൽപ്പന്നങ്ങളിൽ പ്രധാനമായ ഘടകമാണ് ആസിഡ് സ്ലറി. ക്ലീനിങ് എഫിഷ്യൻസിക്ക് വേണ്ടിയും ഗ്രീസ് കട്ടിങ്ങിനും വേണ്ടിയും ഇത് ഉപയോഗിക്കുന്നു. ഇത് പ്രധാനമായും സൾഫോണേറ്റഡ് ഓർഗാനിക് ആസിഡ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ആസിഡ് സ്ലറിയുടെ ഘടനയും പ്രഭാവവും പരിശോധിക്കാം. ആസിഡ് സ്ലറി ആണ് വളരെ ഫലപ്രദമായ ഗ്രീസ്, ഡർട്ട്, ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് എന്നിവ നീക്കം ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് ലൈബ്രിക് ഓയിൽ, ബെൻസിൻ, സൾഫർ ഡയോക്സൈഡ് എന്നിവയുമായി സംയോജനം വഴി ഉണ്ടാക്കപ്പെടുന്നു. പ്രധാനമായ ഘടകം ലാബ്സ ആണ്. ഇത് ഒരു സാന്ദ്രമായ തിളങ്ങുന്ന മഞ്ഞ കലർപ്പുള്ള ദ്രാവകമാണ്. ആസിഡ് സ്ലറി നിർമ്മിക്കുമ്പോൾ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിലെ ലെഫ്റ്റ് ഓവർ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ലീനിയർ ആൽക്കലൈൻ ബെൻസിൻ LAB. ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. എത്രത്തോളം തീവ്രമാണ് ആസിഡ് സ്ലറി എന്നറിയാമോ? ആസിഡ് സ്ലറി ഒരു മിതമായ അസിഡിക് ദ്രാവകമാണ്. pH ശരാശരി 2 മുതൽ 3 വരെയാണ്. ഇത് തലച്ചോറും അസ്ഥിക്കും ഒന്നും വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും ത്വക്കിനും കണ്ണിനുമൊക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവയാണ്. കൂടാതെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. കാരണം ഇതിന്റെ ശേഷിപ്പുകൾ ജലസ്രോതസ്സുകളിൽ ചേർന്നാൽ മറൈൻ എക്കോസിസ്റ്റത്തെ ബാധിക്കാം. ഇതിനെതിരെ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ബാത്റൂം ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ കൈകളിൽ ഗ്ലൗസ് ധരിക്കേണ്ടതാണ്. ഉൽപ്പന്നം ശരിയായ അനുപാതത്തിൽ ജലത്തിൽ കലർത്തി ഉപയോഗിക്കുക. തുടർച്ചയായി കൂടുതൽ ബയോഡിഗ്രേഡബിൾ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് മറ്റൊരു പോംവഴി. ചുരുക്കി പറഞ്ഞാൽ ആസിഡ് സ്ലറി ഒരു പ്രവർത്തനക്ഷമമായ ക്ലീനിങ് ഏജന്റായും ഒരു പ്രത്യാശാസ്യമായ പരിസ്ഥിതി വെല്ലുവിളിയായും മാറുന്നു. ക്ലീനിങ് പ്രക്രിയയിൽ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മതയും പകർച്ചവ്യാധികളും തടയാൻ ഇത് സഹായിക്കുന്നുണ്ടെങ്കിലും സുസ്ഥിരമായ ഉപഭോഗവും പരിസ്ഥിതി സംരക്ഷണവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. എന്നെ ശ്രവിച്ചിരുന്നവർക്ക് നന്ദി.